ഹായ് ഓൾ, ഓഡിറ്റിങ്ങിൻ്റെ കേരള PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടീമിംഗ് ആൻഡ് ലാഡിംഗ് ഡിനോട്ട്സ്. ഓപ്ഷൻ എ ബുക്ക് കീപ്പിംഗ് ഫ്രോഡ്, ഓപ്ഷൻ ബി ഡിലേഡ് അക്കൗണ്ടിങ്, ഓപ്ഷൻ സി ഹൈഡിംഗ് ഷോർട്ടേജ് ഓഫ് ക്യാഷ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ്. അപ്പോൾ അതിനു മുമ്പ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്താണെന്ന് അറിയണം. അപ്പോൾ ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബുക്ക് കീപ്പിംഗ് ഫ്രോഡ്, ഓൾസോ നോൺ ആസ് ഷോർട്ട് ബാങ്കിങ്, ഡിലേഡ് അക്കൗണ്ടിങ് ആൻഡ് ലാപ്പിംഗ്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് ഫ്രോഡിനെയാണ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ എന്താണ് ഷോർട്ട് ബാങ്കിങ് എന്നും ഡിലേഡ് അക്കൗണ്ടിങ് എന്നും ലാപ്പിംഗ് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. The term teaming and lading refers to a fraudulent scheme used to temporarily conceal the misappropriation of cash or receipts. അപ്പോൾ എന്താണ് ടെമ്പററി ആയിട്ട് നമ്മൾ റെസീപ്സോ ക്യാഷോ ഒക്കെ കൺസീൽ ചെയ്യുക, മറച്ചു വെക്കുക, ഫ്രോഡുലൻ്റായി അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് ടീമിംഗ് ആൻഡ് ലാഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. where an employee steal cash received from a customer and then cover the shortage by applying subsequent payment from other customer to the first customer's account. ആക്ച്വലി അവിടുത്തെ എംപ്ലോയി തന്നെ എന്താണ് ക്യാഷ് റിസീവ് ചെയ്ത് സ്റ്റീൽ ചെയ്ത് ഒരു കസ്റ്റമറുടെ അക്കൗണ്ടിൽ റിസീവ് ചെയ്ത് മറ്റൊരു കസ്റ്റമറുടെ അതിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നോർമലി ടീമിംഗ് ആൻഡ് ലാഡിങ് ചെയ്യുക. അപ്പോൾ ഇത് ഓർക്കേണ്ട കാര്യം, ടീമിംഗ് ആൻഡ് ലാഡിങ് എന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് ഫ്രോഡാണെന്ന് ഓർക്കുക. അതിന് മറ്റു പേരുകളാണ് ഷോർട്ട് ബാങ്കിങ്, ഡിലേഡ് അക്കൗണ്ടിങ് ആൻഡ് ലാപ്പിംഗ് എന്നൊക്കെ. ഇനി ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇവിടെ ടീമിംഗ് ആൻഡ് ലാഡിങ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്നാണ് നോക്കാം. ഓപ്ഷൻ എ ബുക്ക് കീപ്പിംഗ് ഫ്രോഡാണ്, അത് കറക്റ്റാണ്. ഡിലേഡ് അക്കൗണ്ടിങ് എന്താണ് ഡിലേ ചെയ്ത് കാണിക്കുക. നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് ഓരോ ഡേറ്റിൽ ചെയ്യേണ്ട കാര്യം ഡിലേ ചെയ്ത് കാണിക്കാം. സി ഹൈഡിങ് ഷോർട്ടേജ് ഓഫ് ക്യാഷിന് ഷോർട്ടേജ് ഉണ്ട്, അതെന്താണ് ഹൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രോഡുലൻ്റായ ആക്ടിവിറ്റികളെല്ലാം എന്താണ് നമ്മൾ പറയുന്നത് ടീമിംഗ് ആൻഡ് ലാഡിങ് എന്നാണ് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്കാം. ഓഡിറ്റ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ ടു പീരിയോഡിക്കൽ ഓർ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ഈസ് നോൺ ആസ്. രണ്ട് പീരിയഡിന് ഇൻ ബിറ്റ്വീൻ ചെയ്യുന്ന ഓഡിറ്റിനെയോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഓഡിറ്റോ അറിയപ്പെടുന്ന ഓഡിറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇൻ്ററിം ഓഡിറ്റ്, ഓപ്ഷൻ ബി പോസ്റ്റ് ഓഡിറ്റ്, ഓപ്ഷൻ സി എക്സ്റ്റേണൽ ഓഡിറ്റ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇൻ്ററിം ഓഡിറ്റാണ് ബിറ്റ്വീൻ ടു പീരിയഡ്സിനുള്ളിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇൻ്ററിം ഓഡിറ്റ്. അപ്പോൾ ബാക്കി ഓഡിറ്റൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇൻ്ററിം ഓഡിറ്റ് ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഓഡിറ്റാണ് പോസ്റ്റ് ഓഡിറ്റ്. പോസ്റ്റ് ഓഡിറ്റ് ഈസ് ടിപ്പിക്കലി കണ്ടക്റ്റഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് എ ഫിനാൻഷ്യൽ പീരിയഡ് ടു റിവ്യൂ പാസ്റ്റ് ട്രാൻസാക്ഷൻസ് ആൻഡ് റെക്കോർഡ്സ്. ഫിനാൻഷ്യൽ പീരിയഡിൻ്റെ കംപ്ലീഷൻ്റെ സമയത്ത് ആഫ്റ്റർ ഓൾ കംപ്ലീഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ചെയ്യുന്ന ഓഡിറ്റിനെയാണ് എന്താ പോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ എക്സ്റ്റേണൽ ഓഡിറ്റ്. ആൻ എക്സ്റ്റേണൽ ഓഡിറ്റ് ഈസ് performed by an independent third party to evaluate a company's financial statement. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഫേമിലും എന്താണ് പുറമേ നിന്ന് പല ഓഡിറ്റേഴ്സും വന്നിട്ട് നമ്മുടെ ഓഡിറ്റിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നതാണെന്ത് എക്സ്റ്റേണൽ ഓഡിറ്റ്. അപ്പം ആരാണ് ഇവിടെ ഓഡിറ്റിംഗ് പെർഫോം ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിലാണ് എക്സ്റ്റേണൽ ഓഡിറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. പുറമേ നിന്നുള്ള ഒരു ഓഡിറ്റർ ആയിരിക്കും എക്സ്റ്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. ഓപ്ഷൻ എ ചീഫ് ഓഡിറ്റർ, ഓപ്ഷൻ ബി ഇൻറ്റേർണൽ ഓഡിറ്റർ, ഓപ്ഷൻ സി ഓഡിറ്റ് ക്ലർക്ക് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഓഡിറ്റ് ക്ലർക്കാണ്. അപ്പോൾ ഓഡിറ്റ് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓഡിറ്റ് ക്ലർക്കാണ്. അപ്പോൾ എന്താണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് കൂടി നോക്കാം. ആൻ ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് എ റെക്കോർഡ് മെയിൻറ്റെയിൻഡ് ബൈ ദ ഓഡിറ്റ് സ്റ്റാഫ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റിങ്ങിൻ്റെ ഫുൾ കോഴ്സിൽ എന്താണ് ഒരു ഓഡിറ്റിങ്ങിൻ്റെ സ്റ്റാഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെക്കോർഡിനെയാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഫോർമൽ ഓഡിറ്റ് റിപ്പോർട്ട് ബട്ട് എ വർക്കിംഗ് ഡോക്യുമെൻറ്റ് യൂസ്ഡ് ടു നോട്ട് ഡൗൺ ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻസ്, ക്വറീസ്, എക്സ്പ്ലനേഷൻസ് റിസീവ്ഡ് ആൻഡ് ഇഷ്യൂസ് പെൻഡിങ് ക്ലാരിഫിക്കേഷൻസ്. അപ്പോൾ ഇതൊരു ഫോർമൽ ഓഡിറ്റ് റിപ്പോർട്ടല്ല, പക്ഷേ എന്താണ് ബട്ട് എ വർക്കിംഗ് ഡോക്യുമെൻറ്റ്. ആ ഒരു ഡ്യൂറിങ് ദ കോഴ്സിൽ ആ ഓഡിറ്റിങ്ങിൻ്റെ പീരിയഡിൽ ആ ഒരു പെർട്ടിക്കുലർ ഓഡിറ്റർ
മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വർക്കിംഗ് ഡോക്യുമെൻ്റായിട്ട് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? യൂസ്ഡ് ടു നോട്ട് ഡൗൺ. എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാനാണ്? ഇമ്പോർട്ടൻ്റ് ഒബ്സർവേഷൻസ്, ക്വറീസ്, എക്സ്പ്ലനേഷൻസ് റിസീവ്ഡ്. നമ്മൾ ഓരോന്നും ഒബ്സർവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒബ്സർവേഷനിലൂടെ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ. ക്വറീസ്, നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമായ ക്വസ്റ്റ്യൻസ് ആരോടെങ്കിലും ചോദിക്കണ്ടേ, ആ ക്ലാരിഫിക്കേഷൻ ഏരിയ. ഇനിയും ഫർദർ എക്സ്പ്ലനേഷൻ വേണ്ട ഏരിയ ഏതൊക്കെയാണ്. ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെക്കോർഡാണെന്ത് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഓഡിറ്റ് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇമ്പോർട്ടൻസ് ഇസ് എൻ എവിഡൻസ് ഓഫ് ഓഡിറ്റ് വർക്ക് ഡണ്ണ്. നമ്മുടെ എത്രത്തോളം ഓഡിറ്റ് വർക്ക് ചെയ്തു എന്നതിൻ്റെ എവിഡൻസ് ആണ് നമ്മുടെ ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ്സ് ബേസിസ് ഫോർ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട്. നമ്മുടെ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമല്ലോ, ആ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ബേസായിട്ട് നമുക്ക് ഈ ഓഡിറ്റ് നോട്ട്ബുക്കിനെ ട്രീറ്റ് ചെയ്യാം. ദെൻ ഡിഫൻസ് ഇൻ കേസ് ഓഫ് ലീഗൽ ഡിസ്പ്യൂട്ട്. അപ്പോൾ എന്തെങ്കിലും ലീഗൽ ഡിസ്പ്യൂട്ട് വരുമ്പോൾ ഈ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ ഓഡിറ്റ് നോട്ട്ബുക്ക് നമുക്ക് ഒരു ഡിഫൻസ് മെക്കാനിസം അതിന് വേണ്ടി യൂസ് ചെയ്യാം. ഒരു ലീഗൽ ഡോക്യുമെൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹെൽപ്സ് ഇൻ ഫ്യൂച്ചർ ഓഡിറ്റ്. നമ്മുടെ ഫർദർ റെഫറൻസ് പോയിൻ്റായിട്ട് നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ ഓഡിറ്റ് നോട്ട്ബുക്കിനെ യൂസ് ചെയ്യാം. ദെൻ ഫെസിലിറ്റേറ്റ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ഓഡിറ്റ് ടീം. അപ്പോൾ ഓഡിറ്റ് ടീം ഇപ്പോൾ ഒരു 10 പേരടങ്ങുന്ന ഒരു ഓഡിറ്റേഴ്സാണ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ടീമാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻസൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അവർ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളടങ്ങുന്ന ഈ ഒരു ഓഡിറ്റ് നോട്ട്ബുക്ക് അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണെന്ത് ബേസിക്കലി ഓഡിറ്റ് നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ ഈ PYQs ആയിട്ട് ചോദിച്ച കുറച്ച് ഓഡിറ്റ് നോട്ട്ബുക്ക് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ അതിൽ നിന്ന് എടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. നോക്കാം. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ് ഡ്യൂറിങ് ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ് ഡ്യൂറിങ് ഓഡിറ്റ്. അപ്പോൾ ഏതാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് എ ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ് ഡ്യൂറിങ് ഓഡിറ്റ് എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്താണ്? ഓഡിറ്റ് നോട്ട്ബുക്കാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, മിസ്റ്റേക്സ് ആൻഡ് എറേഴ്സ് ഡിറ്റക്റ്റഡ് ആർ റെക്കോർഡഡ്. എവിടെയാണ് മിസ്റ്റേക്സുകളും എറേഴ്സൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്? ഓഡിറ്റ് നോട്ട്ബുക്കിലാണ്. നെക്സ്റ്റ്, ക്വറീസ് അബൌട്ട് ദ ഐറ്റം നോട്ടഡ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് കോർപ്പറേറ്റീവ് ഓഡിറ്റ്. നമുക്ക് ഒരു ഓഡിറ്റർക്ക് ചോദിക്കാൻ നമ്മളുള്ള ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുള്ള ക്വറീസൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? ഓഡിറ്റ് നോട്ട്ബുക്കിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ എന്താണ്? ഓഡിറ്റ് നോട്ട്ബുക്ക് തന്നെയാണ്. ഇതൊക്കെ ഒരു PYQs ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന PYQസിൽ അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ദെൻ നെക്സ്റ്റ്, കണ്ടൻറ്റ് ഇൻക്ലൂഡ്. ഒരു ഓഡിറ്റ് നോട്ട്ബുക്കിൽ എന്തെല്ലാം കണ്ടൻറ്റാണ് ഇൻക്ലൂഡ് ചെയ്യാന്ന്? ജനറൽ ഇൻഫോർമേഷൻസ് ഉണ്ട്, അതായത് കമ്പനീനെ കുറിച്ച് ഏത് ഇയറാണ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു ജനറൽ ഇൻഫോർമേഷൻസ് ആവും. ഓഡിറ്റ് പ്രോഗ്രാം നോട്ട്സുകൾ, ആ ഒരു പെർട്ടിക്കുലർ ഓഡിറ്റിൻ്റെ പ്ലാനിങ്, ആ പ്രോഗ്രാംസ് അതിനകത്തുണ്ടാവും. ദെൻ ക്വറീസ് ആൻഡ് ആൻസേഴ്സ് റിസീവ്ഡ്. നമ്മുടെ ക്വസ്റ്റ്യൻസും അതിന് കിട്ടിയ ആൻസേഴ്സും അതിനകത്തുണ്ടാവും. എറേഴ്സ് ഓർ ഇറഗുലാരിറ്റീസ് ഫൗണ്ട്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത എറേഴ്സ്, ഇറഗുലാരിറ്റീസ് ഒക്കെ അതിൽ മെൻഷൻ ചെയ്തേക്കും. ഇതൊക്കെയാണ് ഒരു ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഓഡിറ്റ് നോട്ട്ബുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൂ ഈസ് ദ ഓണർ ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ? ഓഡിറ്റ് വർക്കിംഗ് പേപ്പറുടെ ഓണർ അല്ലെങ്കിൽ അത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ ഓഡിറ്റർ, ഓപ്ഷൻ ബി ക്ലയൻറ്റ്, ഓപ്ഷൻ സി കമ്പനി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ആൻസർ ഓപ്ഷൻ എ ഓഡിറ്ററാണ്. അപ്പോൾ എന്താണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കാം. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് ഡോക്യുമെൻറ്റ് റെഫേഴ്സ് ടു ദ റെക്കോർഡ് ഓഫ് ഓഡിറ്റ്, അതായത് റെക്കോർഡ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ്, റെലവൻറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ് ആൻഡ് കൺക്ലൂഷൻസ് ദ ഓഡിറ്റർ റീച്ച്ഡ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്നാണ്. അപ്പോൾ ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിനെ തന്നെയാണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഒരു റെക്കോർഡാണെന്ന് മനസ്സിലായല്ലോ. എന്തിൻ്റെ റെക്കോർഡാണ്? ഇറ്റ്സ് റെക്കോർഡ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ്. നമ്മൾ എന്താണോ പെർഫോം ചെയ്യാൻ പോകുന്നത് ആ ഒരു പ്രൊസീജിയേഴ്സ് എന്താണെന്ന് അതിൽ റെക്കോർഡ് ചെയ്തിരിക്കും. റെലവൻറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ്. നമുക്ക് ഓഡിറ്റിന് വേണ്ട എവിഡൻസ് ഒക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ എവിഡൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കും. കൺക്ലൂഷൻസ്. അപ്പം ഇറ്റ്സ് ഓൾസോ ടേംഡ് ആസ് വർക്കിംഗ് പേപ്പേഴ്സ് ഓർ വർക്ക് പേപ്പേഴ്സ്. ഓക്കെ, ഇങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ വർക്ക് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് റെക്കോർഡ് ചെയ്യുന്ന, അത് മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതാണ്. റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റിനെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ്. നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ റെക്കോർഡാണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ റിലവൻറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ്. നമ്മൾ ഓഡിറ്റിലൂടെ കണ്ടുപിടിച്ച എവിഡൻസ് ഉണ്ടല്ലോ, ആ എവിഡൻസ് തന്നെയാണ് ആക്ച്വലി ഡോക്യുമെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കൺക്ലൂഷൻസ് ദ ഓഡിറ്റർ റീച്ച്ഡ്. ഒരു ഓഡിറ്റർ എന്താണ് റീച്ച് ചെയ്ത് കൺക്ലൂഷൻ ഉണ്ടാവുമല്ലോ, ഇന്നതാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നിന്ന് അയാൾക്ക് കിട്ടിയൊരു കൺക്ലൂഷൻ ഉണ്ടാവും. ആ കൺക്ലൂഷനും ഇതിൽ മെൻഷൻ ചെയ്തിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഓഡിറ്റർ ഒരു ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ വർക്കിംഗ് പേപ്പേഴ്സ് മിനിമം 7 വർഷത്തോളം മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്ത് കൈവച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അത് നോട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. 7 വർഷം അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. മിനിമം 7 ഇയേഴ്സിൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് അഫക്ട് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ആൻ ഓഡിറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് അഫക്ട് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ആൻ ഓഡിറ്റർ. ഒരു ഓഡിറ്ററുടെ ഇൻഡിപെൻഡൻസിനെ അഫക്റ്റ് ചെയ്യാത്ത താഴെ പറഞ്ഞത് വേർഡ്സ് ഏതൊക്കെയാണെന്ന്, ഇൻഡിപെൻഡൻസിനെ അഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. ഇൻറ്റഗ്രിറ്റി, ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ, അയാളുടെ ഇൻറ്റഗ്രിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. സോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നോട്ട് അഫക്റ്റ് ആണ് ചോദിച്ചത്, അപ്പോൾ അത് അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി, എത്രത്തോളം ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റിവിറ്റി അയാളുടെ ഇൻഡിപെൻഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകമാണ്. മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് അതോടെ കിടക്കട്ടെ. നെക്സ്റ്റ്, പ്രൊഫഷണൽ ബിഹേവിയർ, അയാളുടെ പ്രൊഫഷണൽ ബിഹേവിയർ അഫക്റ്റ് ചെയ്യുമല്ലോ. ഇനി മെറ്റീരിയാലിറ്റി അഫക്റ്റ് ചെയ്യുമോ എന്ന് നോക്കിയേ. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരാൾ ഒരു ഓഡിറ്ററുടെ ഇൻഡിപെൻഡൻസ് തെളിയിക്കണമെങ്കിൽ അതിൻ്റെ അവിടുത്തെ മെറ്റീരിയാലിറ്റി കൊണ്ട് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല അല്ലേ. അപ്പോൾ ഡസ് നോട്ട് എഫക്റ്റ് എന്ന ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി, മെറ്റീരിയാലിറ്റി തന്നെയാണ്. അപ്പോൾ മെറ്റീരിയാലിറ്റി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും? ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലാതെ ഒരു ഓഡിറ്ററുടെ ഇൻഡിപെൻഡൻസിനെ തെളിയിക്കുന്ന ഒരു വേർഡൊന്നും അല്ലത്. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റിംഗ് പ്ലാനിങ് നീഡ് നോട്ട് കവർ. ഓഡിറ്റിങ്ങിൻ്റെ പ്ലാനിങ്ങിൽ കവർ ചെയ്യാത്തത് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്തൊക്കെ കവർ ചെയ്യുന്നില്ല നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, അക്വയറിങ് നോളജ് അബൌട്ട് ദ ക്ലയൻറ്റ്സ് അക്കൗണ്ടിങ് സിസ്റ്റം. അതറിയണമല്ലോ, ഓഡിറ്റ് പ്ലാനിങ്ങിൽ അത് അറിഞ്ഞിരിക്കണം. അക്വയറിങ് നോളജ് അബൌട്ട് ദ ക്ലയൻറ്റ്സ് അക്കൗണ്ടിങ് സിസ്റ്റം, ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ കുറിച്ച് നോളജ് അക്വയർ ചെയ്തിരിക്കണം. ദെൻ ഓപ്ഷൻ ബി, എസ്റ്റാബ്ലിഷിങ് എക്സ്പെക്റ്റഡ് ഡിഗ്രി ഓഫ് റിലയൻസ്. എന്താണ് അവിടെ പറഞ്ഞത്? എത്രത്തോളം റിലയൻസ് മറ്റു നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു അത് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ്, ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് ടു ബി ഇൻക്വേർഡ്. എത്ര എക്സ്പെൻസ് വരുമെന്ന് ഓഡിറ്റ് പ്ലാനിങ്ങിൽ കണക്കാക്കണമെന്ന്. അപ്പം അതൊരു ആവശ്യമുള്ള കാര്യമല്ല അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഓപ്ഷൻ സി ആൻസറായിട്ട് വന്നതും, ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് എക്സ്പെൻസ് ടു ബി ഇൻക്വേർഡ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡിയും കൂടെ നമുക്ക് നോക്കാം. കോർഡിനേറ്റിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ് വേണമല്ലോ. ഓഡിറ്റ് പ്ലാനിങ്ങിൽ നമ്മൾ കോർഡിനേഷൻ കൊണ്ടുവന്നിരിക്കണം. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, കോർഡിനേറ്റിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ്. വർക്ക് പെർഫോം ചെയ്യാൻ പോകുന്ന വർക്കിന് ഒരു കോർഡിനേഷൻ വേണം. അപ്പോൾ ഇതൊക്കെ എന്താണ് ഓഡിറ്റ് പ്ലാനിങ്ങിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുക. അപ്പോൾ എന്താണ് ഓഡിറ്റ് പ്ലാനിങ് എന്ന് നമുക്ക് നോക്കാം. ഓഡിറ്റ് പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ആൻ ഓവറോൾ സ്ട്രാറ്റജി ഫോർ ഓഡിറ്റ് ആൻഡ് എ ഡീറ്റെയിൽഡ് ഓഡിറ്റ് പ്ലാൻ ടു പെർഫോം ദ ഓഡിറ്റ് എഫിഷ്യൻ്റ്ലി. ഒരു ഓഡിറ്റ് എഫിഷ്യൻ്റ്ലി വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഡീറ്റെയിൽഡായ ഒരു പ്ലാനിനെയാണ് ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ആൻ ഓവറോൾ സ്ട്രാറ്റജി ഫോർ ഓഡിറ്റ്. ഒരു ഓഡിറ്റിന് വേണ്ടിയുള്ള ഒരു ഓവറോൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. ആ ഒരു പ്രോസസ്സ്, ആ ഒരു എൻ്റയർ പ്രോസസ്സിനെയാണ് ഓഡിറ്റ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In which of the following area where different accounting policies can be adopted? In which of the following area where different accounting policies can be adopted? ഏതൊക്കെ ഏരിയയിലാണ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് ക്വസ്റ്റ്യൻ വേണം. ഓപ്ഷൻ എ, പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഓപ്ഷൻ ബി, വാലുവേഷൻ ഓഫ് ഇൻവെൻട്രി. ഓപ്ഷൻ സി, വാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പരിശോധിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യുന്ന ഏരിയ താഴെ പറയുന്നതിൽ ഏതാണെന്നാണ്. ആദ്യത്തെ ഓപ്ഷൻ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ
പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ഓപ്ഷനും ഡീറ്റെയിൽ നോക്കുക. പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പല അക്കൗണ്ടിങ് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്സ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കാം അല്ലേ. പല അക്കൗണ്ടിങ് പോളിസീസ് നമുക്ക് ഫോളോ ചെയ്യാം. രണ്ടാമത് വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററി ആണ്. ഇൻവെൻറ്ററി വാല്യുവേഷൻ എങ്ങനെയാണ്? ഫിഫോ മെത്തേഡ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഉപയോഗിക്കാം. അതേപോലെ വെയ്റ്റഡ് ആവറേജ്, ഇങ്ങനെ പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. അപ്പം വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രിയിലും എന്താണ്? ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് ഫോളോ ചെയ്യാം. ഇവിടെ നോട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യം, ലിഫോ മെത്തേഡ് ഇൻ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ IFRS പ്രകാരം പെർമിറ്റഡ് അല്ല. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നത് IFRS പ്രകാരം പെർമിറ്റഡ് ആയ ഒരു ഇൻവെൻട്രി വാല്യുവേഷൻ മെത്തേഡ് അല്ല എന്ന് ഓർത്ത് വെക്കുക. അത് ചോദിച്ച ക്വസ്റ്റ്യനാണ്, അത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യുവേഷന് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസി ഉണ്ടോയെന്ന് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മേ ബി നമുക്ക് എന്താ കോസ്റ്റ് ഓർ ഫെയർ വാല്യൂ ഓർ അമോർട്ടൈസ്ഡ് കോസ്റ്റിലൊക്കെ നമുക്കത് ചെയ്യാം. അപ്പം എന്താണ്? ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ് നമുക്ക് ഈ 3 വാല്യുവേഷനിലും യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? ഓപ്ഷൻ എ, internal auditor is appointed by the shareholder of the company. Option B, employees of the company can be appointed as the internal auditor. Internal audit is not compulsory. Option D, none of the above. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്, നോട്ട് കറക്റ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ എ ആണ്. എന്തുകൊണ്ട് ഓപ്ഷൻ എ വന്നു എന്ന് നോക്കാം. ഇൻറ്റേർണൽ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഷെയർ ഹോൾഡർ ഓഫ് ദി കമ്പനി. ഒരു ഇൻറ്റേർണൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡർ ആണ് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്. അത് തെറ്റാണ്. കാരണം ഇൻറ്റേർണൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് മാനേജ്മെൻറ്റാണ്. എക്സ്റ്റേണൽ ഓഡിറ്ററെയാണ് ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്, അതുകൊണ്ടാണ് അത് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ദ ഇൻറ്റേർണൽ ഓഡിറ്റർ. ഇൻറ്റേർണൽ ഓഡിറ്ററായിട്ട് നമുക്ക് എന്താണ് കമ്പനിയിലെ എംപ്ലോയീസിനെ തന്നെയാണ് നോർമലി അപ്പോയിൻറ്റ് ചെയ്യാറ്. അവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ് അവിടുത്തെ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന പ്രോസസ്സ് നോർമലി ചെയ്യാറ്. നെക്സ്റ്റ് തേർഡ് ഓപ്ഷൻ, ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് നോട്ട് കമ്പൽസറി. അത് ശരിയാണ്, എല്ലാ കമ്പനിയും ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്തോളുന്നില്ല. എക്സ്റ്റേണൽ ഓഡിറ്റ് കുറച്ചുകൂടി ഈസി ആക്കാനും അതിലെന്തെങ്കിലും ഫാൾട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാനുമാണെന്ത് ഇൻറ്റേർണൽ ഓഡിറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് കമ്പൽസറി. നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻറ്റേർണൽ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഷെയർ ഹോൾഡർ. Then next question, teaming and lading means. ഓൾറെഡി ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഒരേ ഏരിയയിൽ നിന്ന് ഒരേ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ടീമിങ് ആൻഡ് ലാഡിങ് മീൻസ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്ന് നോക്കാം. ഓപ്ഷൻ എ, ബുക്ക് കീപ്പിംഗ് ഫ്രോഡ് റിലേറ്റഡ് ടു ക്യാഷ്. ബി, misappropriation of goods. Option C, delayed payment to creditors. And option D, delayed payment to creditors and immediate collection from debtors. ആ ആൻസർ മനസ്സിലായവർക്ക് ഈ ആൻസർ വേഗം ചെയ്യാൻ പറ്റും അല്ലേ. ആ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ഇത് വേഗം ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബുക്ക് കീപ്പിംഗ് ഫ്രോഡ് റിലേറ്റഡ് ടു ക്യാഷ്. ടീമിങ് ആൻഡ് ലാഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് കീപ്പിംഗ് ഫ്രോഡാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ട് ബിയും സിയും ഡിയും വന്നില്ല എന്ന് നോക്കാം. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബുക്ക് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ടല്ല. ഗുഡ്സ് മിസ്അപ്രോപ്രിയേറ്റ് ആയി ചെയ്ത് അതൊരിക്കലും എന്താണ് ടീമിങ് ആൻഡ് ലാഡിങ്ങുമായി റിലേറ്റ് ചെയ്തതല്ല. ഗുഡ്സാണ് അവിടെ ഫ്രോഡായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഓപ്ഷൻ സി പറയുന്നത് ഡിലേഡ് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് താമസിച്ച് നമ്മൾ പേയ്മെൻറ്റ് നടത്തി. അതെന്താണ്? അത് ക്രെഡിറ്റ് മാനേജ്മെൻ്റ് ആണല്ലേ. നമ്മുടെ ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് ടൂൾ അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെൻറ്റ് ടൂൾസായിട്ട് യൂസ് ചെയ്യുന്നതാണത്. ഓപ്ഷൻ ഡി പറഞ്ഞ ഡിലേഡ് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇമ്മീഡിയറ്റ് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്. അതും എന്താണ് ക്യാഷ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ ബുക്ക് കീപ്പിംഗ് ഫ്രോഡ് ഈസ് റിലേറ്റഡ് ടു ക്യാഷിനെയാണ് എന്താ ടീമിങ് ആൻഡ് ലാഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യം എന്താണ്? അപ്പോൾ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ആ ഇതിനെയാണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുക. ഇതിൽ ഡസ് നോട്ട് ഇൻക്ലൂഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ
ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓഡിറ്റ് പ്രോഗ്രാം, ഓപ്ഷൻ ബി ഇഷ്യൂസ് മെമ്മോറാൻഡ, ഓപ്ഷൻ സി എൻഗേജ്മെൻറ്റ് ലെറ്റർ, ഓപ്ഷൻ ഡി ലെറ്റർ ഓഫ് കൺഫർമേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. നമുക്ക് ആ ഒരു ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് നോക്കാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമല്ലോ. ദ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ഓഡിറ്റ് പ്രോഗ്രാംസ്, അനാലിസിസ്, ഇഷ്യൂസ് മെമ്മോറാൻഡ, സമ്മറീസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ്, ലെറ്റേഴ്സ് ഓഫ് കൺഫർമേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ, ചെക്ക് ലിസ്റ്റ്, കറസ്പോണ്ടൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആൻസർ എന്താണ്? ഓപ്ഷൻ സി എൻഗേജ്മെൻറ്റ് ലെറ്റർ. ബാക്കി ഓപ്ഷൻസ് എല്ലാം എന്താണ്? ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് കൃത്യമായി മെൻഷൻ ചെയ്ത കാര്യമാണ്, അത് പഠിച്ചു വെക്കുക. സോ ആൻസർ ഓപ്ഷൻ സി എൻഗേജ്മെൻറ്റ് ലെറ്റർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ പ്രിൻസിപ്പിൾ ഫോർ വെരിഫിക്കേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ വെരിഫിക്കേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്നാണ്. ഓപ്ഷൻ എ എക്സിസ്റ്റൻസ്, ഓണർഷിപ്പ് വാലുവേഷൻ, ഇൻറ്റേർണൽ കൺട്രോൾ. ഓപ്ഷൻ ബി റെക്കോർഡ്സ് ആൻഡ് രജിസ്ട്രേറ്റ്, ഓണർഷിപ്പ് വാലുവേഷൻ, ഇൻറ്റേർണൽ കൺട്രോൾ. ഓപ്ഷൻ സി റൈറ്റ്, എക്സിസ്റ്റൻസ്, ഓണർഷിപ്പ് വാലുവേഷൻ. ഓപ്ഷൻ ഡി എക്സിസ്റ്റൻസ്, റൈറ്റ്, റിവാലുവേഷൻ ഓഫ് അസറ്റ്, ഇൻറ്റേർണൽ കൺട്രോൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ വെരിഫിക്കേഷൻ്റെ പ്രിൻസിപ്പിളായിട്ടുള്ളതെന്നാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ്. റെക്കോർഡ്സ് ആൻഡ് രജിസ്ട്രാർ, ഓണർഷിപ്പ്, വാലുവേഷൻ, ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെരിഫിക്കേഷന് വേണ്ട സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഉണ്ടോ നോക്കണം. കാരണം നമുക്കൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട് എങ്കിൽ അതിന് ഫെർദറായ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. സോ അതിൻ്റെ റെക്കോർഡ്സും രജിസ്റ്റേഴ്സും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലീഗലി ഇത് ഓൺഡ് ആണോ എന്ന് വെരിഫൈ ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് വാലുവേഷൻ പറയുന്നത് ആസ് പെർ ഇൻ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 38 പ്രകാരം അത് വാല്യൂ ചെയ്യാൻ പറ്റുന്നതാണെന്ന് നോക്കാം. ദെൻ ഇൻറ്റേർണൽ കൺട്രോൾ. ഇതൊക്കെയാണെന്ത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വെരിഫിക്കേഷൻ്റെ പ്രിൻസിപ്പിൾസായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ദ ഓഡിറ്റർ വിൽ ക്വാളിഫൈ ഹിസ് റിപ്പോർട്ട്. ഒരു ഓഡിറ്റർ റിപ്പോർട്ട് ക്വാളിഫൈ ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണെന്നാണ്. ഒരു ഓഡിറ്റർ റിപ്പോർട്ട് ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർദറായിട്ട് അതിന് മോഡിഫിക്കേഷൻ വരുത്തേണ്ട സിറ്റുവേഷൻ എന്നാണ് അതിനർത്ഥം. ക്വാളിഫിക്കേഷൻസ് ആവശ്യമാണ്, ഇനി ഫർദർ ക്വാളിഫിക്കേഷൻസ് ആവശ്യമായ കേസാണ്. അപ്പോൾ ഏതൊക്കെ? ഓപ്ഷൻ എ ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ അക്കൗണ്ട്സ് പ്രസൻറ്റഡ് ടു ഹിം. ആ ഒരു പെർട്ടിക്കുലർ ഓഡിറ്റർ മുന്നിൽ പ്രസൻ്റായ അക്കൗണ്ട്സിൽ അയാൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത സിറ്റുവേഷൻ. ഓപ്ഷൻ ബി ഹി ഫൈൻഡ് സം ഡിസ്ക്രിപ്പൻസി ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓപ്ഷൻ സി മാനേജ്മെൻറ്റ് ഈസ് നോട്ട് റെഡി ടു മേക്ക് ദ ഡിസയേർഡ് ചേഞ്ചസ്. മാനേജ്മെൻറ്റിനോട് ഇന്ന മാറ്റങ്ങൾ വരുത്താൻ ഓഡിറ്റർ പറഞ്ഞിട്ട് ആ മാറ്റങ്ങൾ മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ സിറ്റുവേഷൻ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ്. കാരണം ഈ മുകളിൽ പറഞ്ഞ എല്ലാ സിറ്റുവേഷനിലും എന്താണ് ഒരു ഓഡിറ്റർ എന്താണ് ക്വാളിഫൈ റിപ്പോർട്ട് ചെയ്യണം. ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുതിയ ഇംപ്രൂവ്ഡായ അല്ലെങ്കിൽ എന്താണ് ഫർദറായിട്ട് അതിൽ ഈ മാറ്റങ്ങൾ വരുത്തേണ്ട സിറ്റുവേഷൻസാണ്. ഈ സിറ്റുവേഷനിലൊക്കെ എന്താണ് ഫർദർ മാറ്റങ്ങൾ വരുത്തണം. ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ് ഒരു ഓഡിറ്റർ ക്വാളിഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം. ആൻ ഓഡിറ്റർ ക്വാളിഫൈ ദ റിപ്പോർട്ട് വെൻ ദേ കനോട്ട് ഗിവ് ആൻ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അൺക്വാളിഫൈഡ് ആയ ഒരു ഒപ്പീനിയൻ തരുമ്പോഴാണെന്ത് അയാൾ ആ ഒരു പർട്ടിക്കുലർ ഓഡിറ്റർ എന്താണ് ക്വാളിഫിക്കേഷൻസ് റിപ്പോർട്ടിൽ വരുത്തേണ്ടത്. എന്താണ് അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ? ക്ലീൻ ഒപ്പീനിയൻ, അതായത് ഇനി ഒരു മാറ്റമില്ല, ക്ലീൻ ആയൊരു ഒപ്പീനിയൻ തന്നുവെങ്കിൽ ഫർദറായ റിപ്പോർട്ടിൽ മാറ്റമില്ല. ഒരു ക്ലീനായ ഒരു ഒപ്പീനിയൻ തരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഒരു ഓഡിറ്റർ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിനെയാണെന്ത് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനിയും ക്വാളിഫിക്കേഷൻസ് വേണം, അതാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇത് മാറിപ്പോയുള്ളൂ. പെട്ടെന്ന് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ നല്ല റിപ്പോർട്ടെന്ന് വിചാരിക്കരുത്. ഫർദർ മോഡിഫിക്കേഷൻസ് വേണ്ട റിപ്പോർട്ടിനെയാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആൻ ഓഡിറ്റർ ക്വാളിഫൈ ദെയർ റിപ്പോർട്ട് വെൻ ദേ കനോട്ട് ഗിവ് ആൻ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ, അല്ലെങ്കിൽ ക്ലീനായ ഒരു ഒപ്പീനിയൻ തരാത്ത സിറ്റുവേഷനിലാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് ആവശ്യമായി വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഈസ്. ഒരു ബെസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് താഴെ പറയുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മോഡിഫൈഡ് റിപ്പോർട്ട് വിത്ത് ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ഓപ്ഷൻ ബി മോഡിഫൈഡ് റിപ്പോർട്ട് വിത്ത് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ഓപ്ഷൻ സി അൺമോഡിഫൈഡ് റിപ്പോർട്ട് വിത്ത് ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ഓപ്ഷൻ ഡി അൺമോഡിഫൈഡ് റിപ്പോർട്ട് വിത്ത് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ. ബെസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അൺമോഡിഫൈഡ് റിപ്പോർട്ട് വിത്ത് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ. അൺമോഡിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്താണെന്നും നമുക്ക് നോക്കാം. അൺമോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷന് ആവശ്യമില്ല. മോഡിഫിക്കേഷൻ ബെസ്റ്റ് റിപ്പോർട്ടല്ല ചോദിച്ചത്, അപ്പോൾ അൺമോഡിഫൈഡ് ആയിരിക്കണം. ഇനി മോഡിഫിക്കേഷൻ വരുത്തരുത്. ദ ഓഡിറ്റർ നീഡ് ടു മോഡിഫൈ ദ സ്റ്റാൻഡേർഡ് വേർഡിംഗ് ഓഫ് ദി റിപ്പോർട്ട്. റിപ്പോർട്ടിൽ ഇനിയൊരു ഫർദർ മോഡിഫിക്കേഷനൊന്നും ആവശ്യമില്ല. അതിനാണ് അൺമോഡിഫൈഡ് എന്ന് പറയാം. ഇനി എന്താണ് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ? അത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ. ഓഡിറ്റർ കൺക്ലൂഡ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അതായത് തന്നിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഓഡിറ്റർ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാണ്. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇതെല്ലാം എന്താണ് മിസ്സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമില്ലാത്ത നല്ലൊരു റിപ്പോർട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനെ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ ക്ലീൻ റിപ്പോർട്ട്. അതായത് തന്നിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എന്താണ് ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലീൻ റിപ്പോർട്ട്. അതിനെയാണ് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഡിഫിക്കേഷനൊന്നും ആവശ്യമില്ലാത്ത ക്ലീൻ ആയ റിപ്പോർട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഓപ്ഷൻ ഡി അൺമോഡിഫൈഡ് റിപ്പോർട്ട് വിത്ത് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്നായിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മാറ്റേഴ്സ് റിക്വയറിങ് ക്വാളിഫിക്കേഷൻ ഇൻ ഓഡിറ്റ് റിപ്പോർട്ട്? ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്വാളിഫിക്കേഷൻസ് വേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. താഴെ തന്നില്ല. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ കണ്ടിജൻറ്റ് ലയബിലിറ്റി നോട്ട് ഡിസ്ക്ലോസ്ഡ്. കണ്ടിജൻറ്റ് ലയബിലിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഓപ്ഷൻ ബി ഇനാഡിക്വേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് പ്രൊവിഷൻസ് ഒന്നും അല്ലെങ്കിൽ മാറ്റിവെച്ച പ്രൊവിഷൻ ഇനാഡിക്വേറ്റ് ആണ് എന്ന സിറ്റുവേഷനിൽ. ഓപ്ഷൻ സി ഇൻവെസ്റ്റ്മെൻറ്റ് ഷോൺ അറ്റ് കോസ്റ്റ് പ്രൈസ് വെൻ ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഫാർ ബിലോ. മാർക്കറ്റ് പ്രൈസ് വളരെ കുറവായിട്ട് പോലും എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് പ്രൈസിൽ കാണിച്ചിരിക്കുന്നു. ദെൻ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിലേത് സിറ്റുവേഷനിലാണ് ക്വാളിഫിക്കേഷൻസ് ഓർഡർ? ഇതിലേതൊക്കെ സിറ്റുവേഷനിലാണ് ക്വാളിഫിക്കേഷൻ ആവശ്യമായി വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ്. ഈ മുകളിൽ പറഞ്ഞ എല്ലാ സിറ്റുവേഷനിലും എന്താണ് ക്വാളിഫിക്കേഷൻസ് വേണം. കാരണം താഴത്തെ എന്താണ് കണ്ടിജൻറ്റ് ലയബിലിറ്റി ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ്. ആ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടിജൻറ്റ് ലയബിലിറ്റി കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് ഓഡിറ്റ് എന്താണ്? അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് വീണ്ടും എന്താണ് ഫർദർ വേറെ മോഡിഫൈ ചെയ്തിട്ട് മറ്റൊരു റിപ്പോർട്ട് വേണം. ഇനാഡിക്കേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് ഇനാഡിക്കേറ്റായി പ്രൊവിഷനാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ആ സമയത്ത് എന്താണ് ഫർദർ ക്വാളിഫൈ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്തണം. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഷോൺ അറ്റ് കോസ്റ്റ് പ്രൈസ് വെൻ ഈസ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഫാർ ബിലോ. ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ചെവർ ഈസ് ലെസ് ആണ് കാണിക്കേണ്ടത്. അപ്പം എന്താണ് ഈ ഒരു എല്ലാ സിറ്റുവേഷനിലും എന്താണ് ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റു ഓഡിറ്റിംഗ് പേപ്പറുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു.